നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് എനിക്ക് 24ാമത്തെ ദിവസമായില്ലേ. ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് കഥയിലോട്ട് പോവാം. ഇന്നലെ നമ്മൾ കഥ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? ഹനുമാന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് സീതാദേവി പറഞ്ഞയക്കുകയാണ് അല്ലേ, ഇനി ശ്രീരാമന്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സീതാദേവിയുടെ അടുത്തുനിന്ന് പോകുമ്പോ എന്തായി, ഹനുമാന് മനസ്സിൽ ഭയങ്കര സന്തോഷമായി. ശ്രീരാമൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം നിറവേറ്റാനായിട്ട് ഹനുമാന് കഴിഞ്ഞല്ലോ. സീതാദേവിനെ കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ. ഹനുമാന് ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ സീതാദേവിയുടെ അടുത്തുനിന്ന് പിന്നെ പോകുന്ന സമയത്താണ് ഹനുമാന് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അതുവരെ സീതാദേവിയെ കാണണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നീട് സീതാദേവിയുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാണ്, വിശക്കുണ്ടല്ലോ, ദാഹിക്കുണ്ടല്ലോ, ഇത്രയും സമയമായിട്ട് രാമകാര്യം കഴിയുന്നത് വരെ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിച്ചിട്ടില്ല അല്ലേ. നമ്മൾ കടൽ കടന്ന് വരുമ്പോ മൈനാകം കൊടുത്തിട്ടുണ്ടായിരുന്നു സൽക്കാരവും ഭക്ഷണവും ഇതൊക്കെ. അതൊന്നും സ്വീകരിക്കാതെ രാമകാര്യാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് സീതാദേവിനെ കാണാൻ വന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഹനുമാൻ നല്ലോണം വിശക്കണും ഭക്ഷണം കഴിക്കാൻ വിശക്കണും ഒക്കെ ഉണ്ട്, ദാഹിക്കുന്നുണ്ട്. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ശരി ഞാൻ ഇവിടെ വന്ന് സീതാദേവിനെ കണ്ടു, വിവരങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ ഇവിടം വരെ വന്നിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് രാവണനെ അറിയിക്കാതെ പോണത് മോശല്ലേ. രാവണനെയും കൂടി കണ്ട് ശ്രീരാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയിച്ച് രാവണന് അവസാനമായിട്ട് ഒരു ചാൻസും കൂടി കൊടുക്കുന്നതാണല്ലോ അതിന്റെ ധർമ്മം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹനുമാൻ എന്ത് ചെയ്തു, എന്തായാലും തന്റെ വിശപ്പും ദാഹവും ഒക്കെ ഇപ്പൊ അടക്കാന്ന് വിചാരിച്ചിട്ട് ആ അശോകവനത്തില് സീതാദേവി ഇരിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പഴങ്ങളൊക്കെ എടുത്ത് കഴിച്ചു, അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ വന്ന കാര്യം രാവണനെ അറിയിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് മരങ്ങളൊക്കെ പുഴക്കി എറിയാൻ തുടങ്ങി. അവിടെയുള്ള സൈനികന്മാരെയൊക്കെ അടിച്ച് വക വരുത്താൻ തുടങ്ങി. ഇതൊക്കെ അവിടെ ഇങ്ങനെ കോലാഹലം രാവണൻ അറിഞ്ഞിട്ട് കുറേ സൈനികന്മാരെയും യോദ്ധാക്കളെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു. എല്ലാവരും അവിടെ മരിച്ചു വീഴുകയാണ്. പോയവരൊന്നും ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. ഹനുമാനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു, പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. പിന്നെ പോയി നോക്കണു, അവരൊക്കെ അവിടെ ചത്ത് കിടക്കുന്നു. ഹനുമാൻ പിന്നെ അവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രശ്നം ഗുരുതരാണെന്ന് മനസ്സിലായിട്ട് രാവണന്റെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള അക്ഷയകുമാരൻ എന്ന് പറഞ്ഞ കുട്ടി ഹനുമാനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴോ ഈ കുമാരനെ കണ്ടപ്പോൾ ഹനുമാൻ ആദ്യം പറഞ്ഞു, നീ വളരെ ചെറിയ കുട്ടിയാണ്, എന്നോടൊന്നും യുദ്ധം ചെയ്യാൻ പോണ്ട, നീ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളൂ എന്നൊക്കെ ഹനുമാൻ പറഞ്ഞു. അതൊന്നും കേട്ടില്ല. അക്ഷയകുമാരന് ഭയങ്കര അഹങ്കാരം, ഞാൻ ത്രിലോകാധിപതി രാവണന്റെ മകനാണ്, ഒരു വാനരനെ തോൽപ്പിക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ അഹങ്കാരത്തിൽ പറഞ്ഞിട്ട് യുദ്ധം ചെയ്തപ്പോഴേക്ക് അക്ഷയകുമാരനും അവിടെ ഹനുമാന്റെ മുന്നിൽ മരണപ്പെടേണ്ടി വന്നു. എന്നിട്ടോ തന്റെ അനുജന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് പിന്നീട് ഹനുമാനോട് യുദ്ധം ചെയ്യാൻ വരുന്നത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് രാവണന്റെ ഏറ്റവും മൂത്ത മകനാണ്. അപ്പൊ മേഘനാഥൻ എന്നാണ് ആ പുത്രന്റെ പേര്. യുദ്ധം ചെയ്ത് ഇന്ദ്രനെ വരെ ജയിച്ചത് കൊണ്ടാണ് പിന്നീട് പേര് ഇന്ദ്രജിത്ത് എന്നായി മാറിയിട്ടുള്ളത്. അപ്പൊ അത്രയും ശക്തിശാലിയാണ് ഇന്ദ്രജിത്ത് വന്നിട്ട് ഹനുമാനോട് കുറച്ചു നേരം യുദ്ധം ചെയ്തപ്പോഴേക്കും ഇന്ദ്രജിത്തിന് മനസ്സിലായി, ഇതൊരു സാധാരണ വാനരനല്ല, ദിവ്യശക്തികളും വരങ്ങളും ഒക്കെ ഉള്ള ഒരു വാനരനാണ്. ഇവനെ സാധാരണ പോലെ നേരിട്ട് കഴിഞ്ഞാൽ എന്റെ ജീവനും കൂടി ആപത്താവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു എന്നറിയോ, ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ച് ഹനുമാനെ നേരെ വിട്ടു. അപ്പൊ എന്ത് ചെയ്തു, ഹനുമാന് എല്ലാ വരങ്ങളും ജനിച്ചപ്പോ തന്നെ ദേവന്മാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാവ് തന്നെ ഹനുമാനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാന് യാതൊരു അഹിതവും സംഭവിക്കില്ല എന്നുള്ളത്. അപ്പൊ എന്താണ്, ഹനുമാൻ എന്നാലും ബ്രഹ്മാസ്ത്രത്തെ അപമാനിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ വഴങ്ങി നിന്ന് കൊടുത്തു. അപ്പൊ ബ്രഹ്മാസ്ത്രം വന്ന് എന്ത് ചെയ്തു, ഹനുമാനെ ബന്ധിച്ചു. എന്നിട്ട് ഈ ബന്ധിച്ച ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണന്റെ സന്നിധിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രാവണൻ തന്റെ മന്ത്രിമാരോടൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, ആരാണ്, എന്തിനാണ് വന്നത്, എന്തിനാണ് സീതയെ പോയി കണ്ടത്, എന്താണ് ബന്ധം, രാമന്റെ ആരാണ് എന്നൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഹനുമാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യണേ ഇല്ല. ഹനുമാന്റെ ടാർഗറ്റ് രാവണനാണ്. രാവണനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്ദ്രജിത്ത് കെട്ടി ആ കെട്ടിന്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടം വരെ ഇപ്പൊ വന്നിരിക്കുന്നത്. ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ടൊന്നും എന്ത് പ്രയോഗിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാത്തത്രയും വീരനും ധീരനുമാണ് ഹനുമാൻ. എങ്കിലും ആ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിക്കാനും രാവണനെ കാണാനും വേണ്ടിയിട്ട് ആ പാശത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും. അതിന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഹനുമാൻ. എന്നിട്ട് ഹനുമാൻ കഥകൾ മുഴുവൻ വിവരിക്കുകയാണ്. അങ്ങ്
രാവണൻ എന്താണ് സീതാദേവിനെ തട്ടിക്കൊണ്ട് വന്ന ശേഷം എന്താണ് സുഗ്രീവനുമായിട്ട് ശ്രീരാമൻ വന്ന് സഖ്യം ചെയ്തു, ബാലിനെ വധിച്ചു. ഇപ്പൊ വാനരപ്പടയും സുഗ്രീവനും രാമനും ലക്ഷ്മണനും എല്ലാവരും അങ്ങേ വധിച്ച് സീതാദേവിയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് പോകേണ്ട താമസം, യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അങ്ങേക്ക് നല്ലത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിയെ ശ്രീരാമന്റെ മുന്നിൽ സമർപ്പിച്ച് മാപ്പ് യാചിച്ച് ശ്രീരാമന്റെ മുന്നിൽ മാപ്പ് പറയുക എന്നുള്ളതാണ് അങ്ങേക്ക് ഹിതമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ രാവണനെ ഉപദേശിച്ചു. വിനാശകാലേ വിപരീത ബുദ്ധി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മുമ്പത്തെ 2 വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവണന് വിനാശം അടുത്തത് കൊണ്ട് രാവണന്റെ ബുദ്ധി വിപരീതമായിട്ടേ പ്രവർത്തിച്ചുള്ളൂ. ഹനുമാനെ അതും ഇതും പറഞ്ഞ് രാവണൻ ഒരുപാട് അപമാനിക്കുകയാണ്. എനിക്കൊരു വാനരൻ്റെന്ന് ഉപദേശം സ്വീകരിക്കേണ്ട അവസ്ഥയൊന്നും എത്തിയിട്ടില്ല, നിന്നെ ഇവിടുന്ന് കണ്ടം തുണ്ടമാക്കി മുറിച്ചു വിടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വില്ലാളി വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളുണ്ട് അവിടെ രാവണന്റെ അടുത്ത്. അവരോടൊക്കെ വന്നിട്ട് ഹനുമാനെ കഷ്ണാക്കി മുറിച്ച് അവിടെ കൊണ്ട് കളയാനൊക്കെ പറഞ്ഞു രാവണൻ. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് അവിടേക്ക് ഇങ്ങനെ വരുന്നത് വിഭീഷണനാണ്. വിഭീഷണൻ രാവണന്റെ അനുജനാണ്. അപ്പൊ വിഭീഷണൻ വന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ ഒരിക്കലും ചെയ്യരുത്, അങ്ങ് ചെയ്യുന്നത് അധർമ്മമാണ്, ദൂതന്മാരെ നമ്മൾ ഒരിക്കലും വധിക്കാൻ പാടില്ല. അങ്ങേക്ക് വേണമെങ്കിൽ രാമനോട് യുദ്ധം ചെയ്യാം, പക്ഷെ ദൂതന്മാരെ വധിക്കുന്നത് ധർമ്മത്തിന് നിരക്കുന്ന കാര്യമല്ല. ദൂതന് വേണമെങ്കിൽ ശിക്ഷ കൊടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കാം എന്ന് വിഭീഷണൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു രാവണന്റെ അടുത്ത്. അപ്പൊ രാവണൻ എന്ത് ചെയ്തു, എന്നാ ശരി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അപ്പൊ ഇവൻ ഇവിടെ വന്നിട്ട് ഇവന്റെ അവസ്ഥ എന്തായി എന്നുള്ളത് രാമനും കാണണം, അപ്പോഴേ രാമൻ ഇവിടെ വരാൻ പേടി ഉണ്ടാവുള്ളൂ, എന്നാലേ രാമൻ ഇങ്ങോട്ട് വരാതിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിൽ ഈ വാനരന് ഒരു വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ആ ശിക്ഷ കണ്ടിട്ട് മറ്റെല്ലാ വാനരന്മാർക്കും ഒരു പാഠാവണം, ഇങ്ങോട്ട് രാവണന്റെ അടുത്ത് യുദ്ധത്തിന് വന്നാൽ എന്താകും അവസ്ഥ എന്നുള്ളത്. വാനരന്മാരുടെ ഏറ്റവും ശക്തിയുള്ള ഭാഗം എന്ന് പറയുന്നത് അവരുടെ വാലല്ലേ. അപ്പൊ ഇവന്റെ വാലില് തുണി കെട്ടി എണ്ണ ഒഴിച്ച് തീ കൊളുത്തി ഇവനെ പട്ടണം മൊത്തം ചുറ്റിച്ച് പറഞ്ഞു വിടൂ എന്ന് രാവണൻ ഉത്തരവിട്ടു. എന്താ അല്ലേ, ഹനുമാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ബ്രഹ്മാസ്ത്രത്തിന് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹനുമാൻ ചുമ്മാ വഴങ്ങി നിന്ന് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഹനുമാൻ എന്ത് ചെയ്തു, ഈ വാലിലിങ്ങനെ തുണിയൊക്കെ കെട്ടി അവരെണ്ണയൊക്കെ ഒഴിച്ച് എന്താണ് ഭടന്മാരിങ്ങനെ കത്തിക്കുകയാണ്. ആ കത്തിക്കണ നേരത്ത് വാലിങ്ങനെ കത്തിയ സ്പോട്ടിൽ ഹനുമാൻ എന്ത് ചെയ്തു, ബ്രഹ്മാസ്ത്രത്തിന്റെ പാശം ഒറ്റ പൊട്ടിക്കലങ്ങട് പൊട്ടിച്ചിട്ടോ പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതേ നാളത്തെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.